നമസ്കാരം. ഈ ചിലർ വിളിച്ചിട്ട് ചോദിക്കും, സ്വാമി ഞാൻ ഇന്ന നക്ഷത്രമാണ്, ഇങ്ങനെയാണ് ചോദിക്കും. എല്ലാവർക്കും ഞാൻ പറയുന്നത്, എല്ലാ നക്ഷത്രങ്ങളും അഭിജിത്ത് എന്ന് പറഞ്ഞൊരു നക്ഷത്രമുണ്ട്, നമ്മൾ ആരും കൈകാര്യം ചെയ്യാത്തതാണ്. അഭിജിത്ത് എന്ന നക്ഷത്രത്തിൽ ജനിച്ചവർ നശിച്ചിട്ടുമുണ്ട്, ഭീകരമായി നന്നായിട്ടുമുണ്ട്. അങ്ങനെ നന്നായവർ കാലത്തിൻ്റെ അവസാനമാകുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിഗർത്തത്തിലേക്ക് പോയി വീഴും. ഭയങ്കര നക്ഷത്രമാണ്, ആരും ഉപയോഗിക്കില്ല അത്. നമ്മുടെ എല്ലാ നക്ഷത്രങ്ങളും ഉള്ള സകല നക്ഷത്രങ്ങൾക്കും നക്ഷത്ര മരങ്ങളുണ്ട്, ഓരോ നക്ഷത്രങ്ങൾക്കുള്ള മരങ്ങളുണ്ട്. ആ മരം വെച്ച് പിടിപ്പിച്ചാൽ അതിൻ്റെ മൂട്ടിൽ നിന്ന് ജപിച്ചാൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കരിക്കേ ക്ഷേത്രം പോലുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇത്തരം ആശ്രമങ്ങളിലൊക്കെ ഇത്തരം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ആ ഓരോ നക്ഷത്രക്കാരും അവരുടെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്ക് സാന്നിധ്യമുള്ള മരങ്ങളുടെ താഴെ നിന്ന് ജപിച്ചാൽ വ്യത്യാസം ഉണ്ടാകും. അവരുടെ മൃഗങ്ങൾ കാക്കയുള്ള ഉണ്ടല്ലോ, പക്ഷികളും അങ്ങനെയുള്ള കംപ്ലീറ്റ് ജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പക്ഷിമൃഗാദികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുക. കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരുപാട് ദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ലക്ഷക്കണക്കിന് പൂജയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പച്ചരിയും വെള്ളവും കൂടെ കുഴച്ച് അടുക്കളയുടെ ഭാഗത്ത് കാക്കയ്ക്ക് ചോറ് കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം, ശാരീരികമായ അവസ്ഥ, പിതൃബന്ധങ്ങൾ മുഴുവൻ മാറിപ്പോവും, പിതൃദോഷങ്ങൾ മുഴുവൻ മാറിപ്പോവും. എൻ്റെ അനുഭവത്തിലാണ്, ഞാൻ കൊടുക്കാറുണ്ട് ഇവിടെ. നമ്മൾ നന്മയോടുകൂടി ഈശ്വര, നമ്മൾ ഒരുത്തന്നെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് കാക്കയ്ക്ക് ചോറ് കൊടുത്താൽ പറ്റില്ല. അവൻ അപ്പുറത്തെ വീട്ടിൽ അവൻ നശിച്ചു പോട്ടെ, എനിക്ക് കാക്കയ്ക്ക് ചോറ് കൊടുത്താൽ നന്നാവില്ല. ഒരു ദോഷങ്ങളും ഉണ്ടാകരുത്. എനിക്ക് മനസ്സമാധാനവും ശാന്തിയും വേണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് വേണം, എനിക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടരുത് ഈശ്വര എന്ന് പറഞ്ഞ് നിങ്ങൾ പച്ചരിയിൽ എള്ളും ചോറ് കുറച്ച് മതി, ഒരു ചിരട്ടയുടെ ചോറിൽ നിങ്ങൾ വെച്ച് കൊടുത്തു നോക്കിയാൽ ചിരട്ടയിൽ തന്നെ കൊടുക്കണം. കാക്ക വരും, ഭക്ഷിക്കും. നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം നോക്കിക്കോളൂ. ഇത് അനുഭവത്തിലാണ് പറയണേ, വെറുതെ ബുക്ക് നോക്കി പഠിക്കുന്നില്ല. ഞാൻ പറയുന്ന എല്ലാ വിഷയങ്ങളും അനുഭവത്തിലാണ്. അതുകൊണ്ട് വലിയ പൂജകളില്ലാതെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ബലികർമ്മങ്ങൾ ചെയ്യാൻ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക. പിതൃക്കൾക്ക് സംതൃപ്തി നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മാറ്റം കിട്ടും. എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം ഉണ്ടാവും ഒരു പരിധിവരെ. എല്ലാ ദോഷങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരോഗ്യപരമായ സാമ്പത്തികപരമായ ദോഷങ്ങൾക്ക് പിതൃക്കൾക്ക് നിന്ന് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ നക്ഷത്രങ്ങൾ ശക്തിയുണ്ട്. ഇപ്പോൾ ചോതി, വിശാഖ, മനിരം, കേട്ട, മൂലം ഇങ്ങനെ തുടങ്ങിയുള്ള ചില നക്ഷത്ര ശക്തിയുള്ള നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ നക്ഷത്രങ്ങളും ശക്തി കുറവെന്നുള്ളതല്ല. ചില നക്ഷത്രങ്ങൾക്ക് ബലം കൂടും. മൃഗങ്ങൾക്ക് ഇപ്പോൾ വിശാഖം, ഞാൻ വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രത്തിന് സിംഹമാണ് അതിൻ്റെ മൃഗം. ആ മൃഗത്തിൻ്റെ സ്വഭാവം പെട്ടെന്ന് കോപം ഉണ്ടാകുക, ജ്വലിക്കുക, ഉറച്ച് സംസാരിക്കുക, അവിടെ കാര്യമൊന്നുമില്ല, അടിയൊന്ന് ഓടിക്കളയും ചിലപ്പോൾ. അതൊക്കെ ശരിയാണ്. സിംഹം എന്ന് പറയുന്ന നക്ഷത്രമൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് അടിയുണ്ടോ എന്ന് ഓടിക്കളയില്ലേ, അങ്ങനെ ഉണ്ടാവും. നക്ഷത്രം, എൻ്റെ മൃഗം സിംഹമാണ്, അതുകൊണ്ട് ഞാൻ അവരെ വേറെ ചാടി പഠിക്കാതെ ഇടികൊണ്ട് തോന്നു. അതുകൊണ്ട് നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നക്ഷത്രങ്ങളും പ്രബലമാണെങ്കിലും ചില നക്ഷത്രങ്ങളുണ്ട്. ഇപ്പോൾ ചിത്തിര നക്ഷത്രത്തിൽ പിറന്നിട്ട് ചില ആൾക്കാർ പറയും, സ്വാമി അപ്പുറത്തെ വീട്ടിൽ ചിത്രയിലൊരു നക്ഷത്രം പിറന്ന് ഞാൻ അവിടെ മുള കൊണ്ടുപോയിക്കട്ടെ എന്ന് ചോദിക്കും. ഞാൻ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയില്യം നക്ഷത്രമാണ്, ഇങ്ങനെയാണെന്ന് പറയും. നമ്മളങ്ങനെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരാൾ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നതും ഒരാളുടെ രൂപം ഇങ്ങനെ ആയത് അയാളുടെ കുറ്റം കൊണ്ടല്ല, അയാളുടെ പൂർവ്വജന്മാർജിതമായിട്ടുള്ള ചില വിഷയങ്ങളാണ് അയാൾ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നത്, ഇങ്ങനെ ജനിക്കുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തെടുക്കുന്ന കുട്ടി ഇന്ന നക്ഷത്രത്തിൽ വേണമെന്ന് പറഞ്ഞ് മാറ്റിയെടുത്തോണ്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ മാറ്റിയെടുത്താലും കുട്ടിക്ക് വേണ്ട എല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, നക്ഷത്രങ്ങൾ ഞാൻ പറയുമ്പോൾ ഇങ്ങനെ കാട് കയറി അങ്ങ് പോകും. നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നക്ഷത്രങ്ങൾക്കും ഉത്തമമാണ്. എല്ലാ നക്ഷത്രങ്ങളും നമ്മൾ ചിന്തിക്കാതെ ചെയ്താൽ അധമവുമാണ്. ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ കുറേ നക്ഷത്ര ഫലങ്ങളുണ്ട്. നക്ഷത്രഫലങ്ങളെല്ലാം പൊതുവായിട്ടുള്ളതുണ്ട്. പക്ഷേ ഒരാൾ ചെയ്യുന്ന കർമ്മം, ഇപ്പോൾ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണ്, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാനെല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പ്രത്യേക ഹോമം ചെയ്യുന്ന ആളാണ്, വർഷത്തിലൊരിക്കൽ ഉഗ്രൻ പ്രത്യേക ഹോമം ശക്തിയായിട്ട് ചെയ്യും എന്ന് വിചാരിച്ച് നമ്മൾ ഒരുത്തൻ തടികൂടാൻ പോയാൽ നമ്മളെക്കാൾ ആരോഗ്യമുള്ള ഒരുത്തൻ അടിക്കുമല്ലോ. അതുകൊണ്ട് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ഞാൻ ഉഗ്രപ്രത്യങ്കര ഉപാസന ആയതുകൊണ്ട് ഞാൻ ദേവി എന്ന് ഭജിക്കുന്നതാണ്, ഞാൻ വലിയ ഹോമങ്ങളൊക്കെ ചെയ്യും, ഞാൻ 128 കിലോ ഉള്ള മുടിയെടുക്കുന്നതാണ് ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുത്തൻ്റെ അടുത്ത് വഴക്കിന് പോയാൽ മടിച്ചു കൊല്ലുമോ എന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോൾ കരുതി ജീവിക്കുക. നല്ല ഫലങ്ങൾക്ക് വേണ്ടി ദൈവികമായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുക, സത്കർമ്മങ്ങൾ ചെയ്യുക. എല്ലാ നക്ഷത്രങ്ങളും ഉത്തമമാണ്. കർമ്മശുദ്ധിയില്ലെങ്കിൽ ഇതെല്ലാം അധമമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.